എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇഡ്ഡലി മാവോ ദോശമാവൊന്നും സ്റ്റോക്കില്ലാത്ത സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ പോകുന്നത് വെള്ളച്ചോളത്തിൻ്റെ മാവ് കൊണ്ടാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമായ ചേരുവകൾ നോക്കാം. അതിനായി വെള്ളച്ചോളത്തിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 1/4 കപ്പ് അരിപ്പൊടി. ഇത് വറുത്ത അരിപ്പൊടിയല്ല. പിന്നെ 1/4 കപ്പ് റവയും. ഇത് വറുത്ത റവയാണ്, വറുക്കാത്ത റവയും എടുക്കാം. ആദ്യം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ചെറുതായി മുറിച്ച സവാള, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കൂടി ഒഴിക്കാം. മാവിന് ആവശ്യമുള്ള ഉപ്പിടാം. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. വെള്ളം ഇനിയും വേണ്ടി വരും. മാവ് നല്ല ലൂസായിട്ടാണ് വേണ്ടത്. കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. റവദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ബാറ്റർ നല്ല ലൂസായിരിക്കണം. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റിനായി വയ്ക്കാം. റവയെല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട്. മാവ് ഒന്നുകൂടി ലൂസാക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. തവയിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ തിക്നെസ് മനസ്സിലാവും. വല്ലാതെ തിക്കാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇനി ദോശ ഉണ്ടാക്കാം. തവ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിക്കാം. മാവ് നല്ല ലൂസായിരിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഈ ദോശ വെന്ത് കിട്ടാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം ആകും. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാലാണ് നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എടുക്കാം. നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല രുചികരമാണ്. വെള്ളച്ചോളത്തിൻ്റെ പൊടി കൊണ്ടുണ്ടാക്കുന്ന ഈ ദോശയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 10-20 മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ.